സ്വഹീഹുൽ ബുഖാരി ദർസ് 6 കിതാബു ബദ്ഇൽ വഹി ഹദീസ് 7. ഹിർഖലിനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അയച്ച കത്ത് സംബന്ധിച്ച ദീർഘമായൊരു ഹദീസാണ്. حدثنا أبو اليمان الحكم بن نافع قال أخبرنا شعيب عن الزهري قال أخبرني عبيد الله بن عبد الله بن عتبة بن مسعود أن عبد الله بن عباس أخبره. عبد الله بن عباس رضي الله عنهما എന്നിവരിൽ നിന്നുള്ള നിവേദനം അന്ന അബാ സുഫിയാന ബിൻ ഹർബിൻ അഖ്ബറഹു, അബൂ സുഫിയാൻ ബിൻ ഹർബ് അദ്ദേഹത്തോട് പറഞ്ഞു. അബൂ സുഫിയാൻ ബിൻ ഹർബ് ഇത് വിവരിക്കുന്ന കാലത്ത് അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അന്ന ഹിർഖല അർസല ഇലൈഹി ഫി റക്ബിൻ മിൻ ഖുറൈശിൻ, ഒരു ഖുറൈശികളുടെ ഒരു യാത്രാ സംഘത്തിൽ, ഒരു കച്ചവട സംഘത്തിൽ അദ്ദേഹം ആയിരുന്നപ്പോൾ ഹിർഖൽ അദ്ദേഹത്തിലേക്ക് അബൂ സുഫിയാനിലേക്ക് ആളയച്ചു, മെസ്സഞ്ചർ അയച്ചു. വകാനു തുജാറൻ ബിശ്ശാമി ഫിൽ മുദ്ദത്തില്ലത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദ്ദ ഫിഹാ അബൂ സുഫിയാന വ കുഫാറ ഖുറൈശ്. വകാനു തുജാറൻ ബിശ്ശാം. അപ്പോൾ ഈ ഖുറൈശികൾ, അവിടെ ആ സംഘം ഷാമിൽ കച്ചവടം ചെയ്യുന്നവരായിരുന്നു. ഏത് കാലത്ത്? ഫിൽ മുദ്ദത്തില്ലത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദ്ദ ഫിഹാ അബൂ സുഫിയാന വ കുഫാറ ഖുറൈശ്. അബൂ സുഫിയാനും ഖുറൈശി കുഫാറുകൾപ്പെട്ട ആൾ തന്നെയാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാനും സംഘം എന്ന് പറഞ്ഞല്ല, ആ സംഘവും ഖുറൈശി കുഫാറുകളും തമ്മിൽ, ഖുറൈശി കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഒരു സന്ധിയിൽ ആയ കാലഘട്ടത്തിലായിരുന്നു അത്. അതായത് ഹുദൈബിയ സന്ധിക്ക് ശേഷം ഉടനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫഅതഹു, അങ്ങനെ അദ്ദേഹം ഹിർഖൽ ചക്രവർത്തിയുടെ അടുത്ത് വന്നു. വഹും ബി ഈലിയ, അവര് ഈലിയ ജെറുസലേമിൽ ആയിരുന്ന സമയത്ത്. ഫദഅഹും ഫീ മജ്ലിസിഹി, അപ്പോൾ അദ്ദേഹം, അതായത് ഹിർഖൽ അവരെ, അബൂ സുഫിയാനെയും കൂട്ടരെയും അദ്ദേഹത്തിന്റെ സഭയിലേക്ക് ക്ഷണിച്ചു. വഹൗലഹു ഉലമാഉർ റൂമി, റോമാക്കാരുടെ നേതാക്കന്മാര് അദ്ദേഹത്തിന് ചുറ്റും പ്രധാനികളെ കൊണ്ടായിരുന്നു. സുമ്മ ദഅാഹും വദഅ ബിതർജുമാനിഹി, പിന്നെ അവരെയും അവരുടെ അദ്ദേഹത്തിന്റെ, അതായത് ഹിർഖൽ ചക്രവർത്തിയുടെ തർജുമാൻ, പരിഭാഷകനെയും വിളിപ്പിച്ചു. ഫഖാല, എന്നിട്ട് ഹിർഖൽ ചോദിച്ചു, അയ്യുക്കും അഖറബു നസബൻ ബിഹാദർ റജുലിൽ ലദി യസ്ഉമു അന്നഹു നബിയ്യുൻ, ഈ നബിയാണെന്ന് വാദിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ തറവാട് ബന്ധമുള്ള ഒരു ഈ കൂട്ടത്തിൽ ആരാണ് എന്ന് ചോദിച്ചു. ഫഖാല അബൂ സുഫിയാൻ, അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഫഖുൽതു, ഞാൻ പറഞ്ഞു, അന അഖറബുഹും നസബ, ഞാനാണ് അദ്ദേഹത്തോട് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും തറവാട് കൊണ്ട് അടുത്ത ആള്, കുടുംബ ബന്ധം കൊണ്ട് അടുത്ത ആള് ഞാനാണ് എന്ന് പറഞ്ഞു. അതായത് അബൂ സുഫിയാൻ ബനു ഉമയ്യ ഗോത്രം ആണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹാഷിം ഗോത്രമാണ്. അവര് ഉമൂമത്താണ്, പരസ്പരം ഒരു ബന്ധുക്കളാണ്, സഹോദരപുത്രന്മാരാ ആണെന്നാണ് തോന്നുന്നത്, അള്ളാഹു. ഏതായാലും അടുത്ത ബന്ധുക്കളാണ് അവർ. ഫഖാല, അപ്പോ ഹിർഖൽ ചക്രവർത്തി പറഞ്ഞു, അദ്നൂഹു മിന്നി, അയാളെ, അതായത് അബൂ സുഫിയാനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. വഖർരിബു അസ്ഹാബഹു, അദ്ദേഹത്തിന്റെ അനുയായികളെയും അടുത്ത് കൊണ്ടുവരിക. ഫജഅലുഹും ഇൻദ ളുഹ്രിഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ പിറകിൽ ഈ അദ്ദേഹത്തിന്റെ അനുയായികളെ നിർത്തണം. അബൂ സുഫിയാന്റെ മുമ്പിലും അദ്ദേഹത്തിന്റെ അനുയായികളെ ബാക്കിലുമായിട്ട്. ഖാല ലി തർജുമാനിഹി, പിന്നെ ഹിർഖൽ അദ്ദേഹത്തിന്റെ പരിഭാഷകനോട്, ദ്വിഭാഷിയോട് പറഞ്ഞു, ഖുൽ ലഹും, അവരോട് നീ പറയൂ, അതായത് അബൂ സുഫിയാനോടും കൂട്ടരോടും പറയൂ. ഹിർഖലിന് അവരുടെ ഭാഷ, അറബി ഭാഷ അറിയില്ലല്ലോ. അപ്പൊ തർജുമാനോട് പറയണേ, അബൂ സുഫിയാനോടും കൂട്ടരോടും പറയാൻ, ഇന്നി സായിലുൻ ഹാദാ അൻ ഹാദർ റജുലി, ഈ വ്യക്തിയെ കുറിച്ച്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കും. ഫഇൻ കദബനി ഫകദ്ദബുഹു ഫകദ്ദിബുഹു, അപ്പൊ ഈ അബൂ സുഫിയാൻ പറയുന്നത് കളവാണെങ്കിൽ, മുഹമ്മദ് നബിയെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ കളവാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ കളവാക്കണം ആര്, അനുയായികൾ എന്ന് അവരോട് പറഞ്ഞെടുക്കാൻ. അദ്ദേഹം പറഞ്ഞ കളവാണ്, അബൂ സുഫിയാൻ പറഞ്ഞ കളവാണെന്ന് പറയണം, കളവാണ് പറഞ്ഞതെങ്കിൽ. ഫവല്ലാഹി ലൗലൽ ഹയാഉ മിൻ അൻ യഗ്ഫിറു അലയ്യ കദിബൻ ലകദബതു അൻഹു. അപ്പൊ അബൂ സുഫിയാൻ അതേ സംബന്ധിച്ച് പിന്നെ പറയാണ്, എന്ത്, എൻ്റെ ആളുകള് എന്നെ പറ്റി ഒരു കളവ് പറയുന്ന ആള് എന്ന ഒരു ലജ്ജ എനിക്ക്
ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ അപ്പൊ നബിയെ കുറിച്ച് കളവ് പറയുമായിരുന്നു എന്ന് പറഞ്ഞാല് അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലല്ലോ. സുമ്മക്കാന അവ്വല മാ സഅലനി അൻഹു, ആദ്യം തന്നെ ഹിർക്കൽ എന്നോട് ചോദിച്ചത് എന്താണ്? അൻകാല, ഇങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചത്, കൈഫ നസബുഹു ഫീക്കും, നിങ്ങളിൽ അദ്ദേഹത്തിന്റെ തറവാടിത്തം എങ്ങനെയാണ്, തറവാടൊക്കെ എങ്ങനെയാ എന്ന് ചോദിച്ചു. നസബ്, കുടുംബമൊക്കെ എങ്ങനെയാണ്? കുൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് അബൂ സുഫിയാൻ പറഞ്ഞു, ഹുവ ഫീന ലൂ നസബിൻ, അദ്ദേഹം നല്ല ഉന്നത തറവാടിത്തം ഉള്ള ആളാണ്, ഉന്നത തറവാട്ടിലാണ് എന്ന് പറഞ്ഞു. കാല, അപ്പോ ഹിർക്കൽ ചോദിച്ചു, ഫഹൽ ഖാല ഹാദൽ ഖൗല മിൻകും അഹദുൻ ഖത്തു ഖബ്ലഹു, അദ്ദേഹത്തിന് മുമ്പ് ആരെങ്കിലും വല്ലവനും നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ, അതായത് നുബുവത്ത് വാദിച്ചിട്ടുണ്ടോ എന്നർത്ഥം, അറബികളുടെ കൂട്ടത്തിൽ. കുൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അബൂ സുഫിയാൻ. കാല, അദ്ദേഹം തുറന്ന് പറയാം, ഫഹൽ അല, ഹിർക്കൽ ചക്രവർത്തി പറഞ്ഞു, ഫഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്കിൻ, അദ്ദേഹത്തിന്റെ പിതാക്കളിൽ രാജാക്കന്മാർ വല്ലവരും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. കുൽത്തു, ഞാൻ പറഞ്ഞു ലാ, ഇല്ല. അബൂ സുഫിയാൻ ഇല്ല എന്ന് പറഞ്ഞു. കാല, അപ്പൊ ഹിർക്കൽ വീണ്ടും ചോദിച്ചു, ഫഅശ്റാഫുൻ നാസി യത്തബിഊനഹു, അപ്പം അദ്ദേഹത്തെ പിൻപറ്റുന്നവർ, അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ജനങ്ങളിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാർ, പ്രഭുക്കന്മാരും അങ്ങനെയുള്ള ഉന്നതന്മാരാണോ എന്ന് ചോദിച്ചു. അം ദുഅഫാഹും, അതോ അവരിലെ ദുർബലർ ആണോ എന്ന് ചോദിച്ചു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു ബൽ ദുഅഫാഹും, എന്ന അല്ല, പക്ഷെ ദുർബലരാണ് എന്ന് പറഞ്ഞാല് അധിക ആളുകളും ദുർബലരാണ് എന്നുള്ളതാണ്, അല്ലാതെ ഉന്നതന്മാരായ ആരും ഇല്ല എന്ന അർത്ഥത്തിലല്ല അത്. കാല, അപ്പൊ ഹിർക്കൽ വീണ്ടും ചോദിച്ചു, അയസീദൂന അം യൻഖുസൂന, അവരുടെ എണ്ണം ഇങ്ങനെ, അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അനുയായികളുടെ എണ്ണം ഇങ്ങനെ സിയാദ കൂടിക്കൂടി വരികയാണോ, അതോ നുഖ്സാൻ കുറഞ്ഞു വരികയാണോ എന്ന് ചോദിച്ചു. കുൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് അബൂ സുഫിയാൻ പറഞ്ഞു, ബൽ യസീദൂന, എന്നാൽ അവർ കൂടിക്കൂടി വരികയാണ് എന്ന് പറഞ്ഞു. കാല, അപ്പൊ ഹിർക്കൽ ചക്രവർത്തി അടുത്ത ചോദ്യം, ഫഹൽ യർതദ്ദു അഹദും മിൻഹും, അവരിൽ നിന്ന് ആരെങ്കിലും മുർത്തത്തായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയ ശേഷം പിന്നെ ആരെങ്കിലും ആ മതം വിട്ടുപോയിട്ടുണ്ടോ? ആ ദീന് വെറുത്തുകൊണ്ട് ബഅദ യദ്ഖുല ഫീഹി, അതിൽ പ്രവേശിച്ച ശേഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ച ശേഷം ആരെങ്കിലും അത് വെറുത്തുകൊണ്ട് പിന്നെ തിരിച്ച് മുർത്തത്തായി പോയിട്ടുണ്ടോ എന്ന്. കുൽത്തു, അപ്പൊ അബൂ സുഫിയാൻ പറയാണ്, ഞാൻ പറഞ്ഞു ലാ, ഇല്ല. കാല, ഹിർക്കൽ വീണ്ടും അടുത്ത ചോദ്യം ചോദിച്ചു, ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല, അദ്ദേഹം ഈ പറഞ്ഞ വർത്താനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നുബുവത്തിന്റെ വാദം, തൗഹീദിന്റെ വാദമൊക്കെ, അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തിൽ കളവ് ആരോപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കളവൊക്കെ പറയുന്ന ആളായിരുന്നോ? കുൽത്തു, ഞാൻ പറഞ്ഞു ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സത്യസന്ധനായിരുന്നു. കാല, അപ്പൊ ഹിർക്കൽ ചക്രവർത്തി വീണ്ടും അടുത്ത ചോദ്യം, ഫഹൽ യഗ്ദിറു, അദ്ദേഹം വഞ്ചന കാണിക്കാറുണ്ടോ, വഞ്ചന കാണിക്കുന്ന ആളാണോ? കുൽത്തു, ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോ അബൂ സുഫിയാൻ പറയാണ്, വനഹ്നു മിൻഹു ഫി മുദ്ദത്തിൻ ലാ നദിരി മാ ഹുവ ഫാഇലുൻ ഫിഹാ, ഞങ്ങളും അദ്ദേഹം തമ്മിൽ, അതായത് ഞങ്ങളും മുഹമ്മദ് നബിയും തമ്മിൽ ഒരു മുദ്ദത്ത്, ഒരു സന്ധിയാണ്, അതായത് ഹുദൈബിയ സന്ധിയാണല്ലോ, അതിലിപ്പോ ഇനി മൂപ്പർ എന്താ പ്രവർത്തിക്കണം എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനില്ല. അപ്പോ എന്ത് പറയാണ്, വഞ്ചന കാണിക്കുക വെച്ചപ്പോ വഞ്ചന കാണിക്കുന്ന ആളാണെന്ന് വെച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് അദ്ദേഹം തമ്മിലൊരു സന്ധി ഉണ്ട്, ആ സന്ധിയിൽ ഇനിയിപ്പോ മൂപ്പർ എന്താ ചെയ്യാൻ പോണെന്നുള്ളത് അറിയില്ല എന്ന് നബിനെ പറ്റി പറഞ്ഞു. കാല, എന്നിട്ട് അബൂ സുഫിയാൻ അത് സംബന്ധിച്ച് പിന്നീട് പറയാണ്, വലം തുംകിന്നി കലിമതൻ ഉദ്ഖിലു ഫിഹാ ഷൈഅൻ ഗൈറ ഹാദിഹിൽ കലിമ, ഈ ഒരു വാക്കല്ലാതെ എനിക്ക് അതിൽ കടത്തി കൂട്ടാൻ ഒന്നും പറ്റിയിരുന്നില്ല അന്ന്. കാല, അങ്ങനെ ഹിർക്കൽ അടുത്ത ചോദ്യം ചോദിച്ചു, ഫഹൽ ഖാതൽതുമൂഹു, നിങ്ങൾ അദ്ദേഹവുമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കുൽത്തു, ഞാൻ പറഞ്ഞു ഞാൻ അതെ. അബൂ സുഫിയാൻ പറഞ്ഞു. കാല, അപ്പൊ ഹിർക്കൽ അടുത്ത ചോദ്യം, ഫകൈഫ കാന ഖിതാലുക്കും ഇയ്യാഹു, അദ്ദേഹവുമായി നിങ്ങളുടെ പോരാട്ടം, യുദ്ധം എങ്ങനെയായിരുന്നു? കുൽത്തു, അപ്പൊ അബൂ സുഫിയാൻ പറയാണ്, ഞാൻ പറഞ്ഞു അൽ ഹർബു ബൈനനാ ബൈനഹു സിജാൽ, ഞങ്ങളും അയാളും അദ്ദേഹം, അതായത് മുഹമ്മദ് നബിയും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ സിജാലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. എനാലും മിന്ന വനനാലും മിന്നവും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ചിലപ്പോൾ അവർ ജയിക്കും. കാല, അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, മാതാ യഅ്മുറുക്കും, അദ്ദേഹം നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത്? കുൽത്തു, ഞാൻ പറഞ്ഞു, അബൂ സുഫിയാൻ പറഞ്ഞു, യഖൂലു, അദ്ദേഹം പറയുന്നു, അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉഅ്ബുദുല്ലാഹ വഹ്ദഹ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, വലാ തുശ്രികൂ ബിഹി ഷൈഅ,
അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ഷിർക്ക് ചെയ്യരുത്. വതുറുകൂ മാ യഖൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ പറയുന്നതൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന അങ്ങനത്തെ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. വയഅ്മുറുനാ ബിസ്വലാത്തി വസ്വിദ്ഖി വൽഅഫാഫി വസ്വില, വയഅ്മുറുനാ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കുന്നു, ബിസ്വലാ നിസ്കാരം പുലർത്തണമെന്ന്, വസ്വിദ്ഖി സത്യസന്ധത പുലർത്തണമെന്ന്, വൽഅഫാഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി, ചാരിത്ര വിശുദ്ധി ഉൾപ്പെടെ, വസ്വില കുടുംബ ബന്ധം ചേർക്കണമെന്നും ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം കൽപ്പിക്കുന്നത്. ഇനി ഫഖാലി തർജുമാൻ, ഇപ്പൊ ചോദ്യോത്തരം കഴിഞ്ഞ ശേഷം തർജുമാനോട്, പരിഭാഷകനോട് ഹിർക്കൽ പറഞ്ഞു, കൊല്ലഹു, നീ അയാളോട് പറ എന്ന് പറഞ്ഞ അബൂ സുഫിയാനോട് പറ, സഅൽതുക അൻ നസബിഹി, അദ്ദേഹത്തിന്റെ തറവാടിത്തം സംബന്ധിച്ച് ഞാൻ നിന്നോട് ചോദിച്ചു. അതായത് ഹിർക്കൽ ചോദിച്ചു, ആരുടെ? നബിയുടെ. ഫദകർത അന്നഹു ഫീകും ദൂ നസബിൻ, അപ്പൊ നല്ല തറവാടിത്തുള്ള ആളാണ് അദ്ദേഹം നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പിന്നെ നീ പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞല്ലോ. ഫകദാലിക റുസുലു, അപ്രകാരമാണ് മുർസലീങ്ങൾ. തുബഅസു ഫീ നസബി ഖൗമിഹ, അവരുടെ കൗമില് നല്ല ഉന്നത കുലത്തിൽ നിന്നാണ് മുർസലീങ്ങൾ അയക്കുക അല്ലാഹു. വസഅൽതുക, ഞാൻ താങ്കളോട് ചോദിച്ചു, ഹൽ ഖാല അഹദും മിൻകും ഹാദൽ ഖൗല, ഈ ഒരു വാദം, അതായത് നുബുവത്തിന്റെ വാദം, ഇത് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇദ്ദേഹം അല്ലാതെ എന്ന് ചോദിച്ചപ്പോൾ ഫദകർത അല്ല, ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ഫഖുൽതു, അങ്ങനെ എനിക്ക് പറയാമായിരുന്നു, എന്ത്? ലൗ കാന അഹദുൻ ഖാല ഹാദൽ ഖൗല ഖബ്ലഹു ലഖുൽതു റജുലൻ യഅ്തസി ബിഖൗലിൻ ഖീല ഖബ്ലഹു, ലൗ കാന അഹദുൻ ഖാല ഹാദൽ ഖൗല ഖബ്ലഹു, ഈ മുഹമ്മദ് നബിക്ക് മുമ്പ് ഈ നുബുവത്ത് വാദം നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ലഖുൽതു, എനിക്ക് പറയാമായിരുന്നു, ഞാൻ പറയുമായിരുന്നു, റജുലുൻ യഅ്തസി ബിഖൗലിൻ ഖീല ഖബ്ലഹു, മുമ്പ് പറഞ്ഞത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന, അത് പിന്തുടർന്ന് പറയുന്ന ഒരാള് എന്ന് പറയാമായിരുന്നു എനിക്ക്. വസഅൽതുക ഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്കിൻ, അദ്ദേഹത്തിന്റെ പിതാക്കന്മാരിൽ രാജാക്കന്മാർ ആരെങ്കിലും കഴിഞ്ഞു പോയിട്ടുണ്ടോ, രാജാവ് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഫദകർത അല്ല, അപ്പൊ നീ പറഞ്ഞ എന്താണ്? താങ്കൾ പറഞ്ഞത്, അബൂ സുഫിയാൻ പറഞ്ഞ എന്താണ്? ഇല്ല എന്നാണല്ലോ. ഖുൽതു, ഞാൻ പറയുന്നു, ഫലൗ കാന മിൻ ആബാഇഹി മിൻ മലിക്കിൻ, അദ്ദേഹത്തിന്റെ പിതാക്കന്മാരിൽ രാജാക്കന്മാർ വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ, ഖുൽതു റജുലുൻ യത്ലുബു മുൽക അബീഹി, ആ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവിന്റെ അല്ലെങ്കിൽ പൂർവ്വ പിതാവിന്റെ രാജാധികാരം പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അത് തേടുന്ന ഒരാള് എന്ന നിലക്ക് അദ്ദേഹം പുതിയൊരു സംഭവം കൊണ്ടുവന്നതാണെന്ന് എനിക്ക് പറയാമായിരുന്നു. വസഅൽതുക, ഞാൻ താങ്കളോട് ചോദിച്ചു, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, അദ്ദേഹം കളവ് പറയുന്നവനാണ് നിങ്ങൾക്ക് ആരോപണം ഉണ്ടോ എന്ന് ചോദിച്ചു. ഖബല അൻ യഖൂല മാ ഖാല, അദ്ദേഹം ഇപ്പൊ ഈ പറയുന്ന നുബുവത്ത് വാദം തൗഹീദൊക്കെ പറയുന്നതിന് മുമ്പ്. ഫദകർത, അപ്പോഴും താങ്കൾ പറഞ്ഞത് എന്താണ്? അല്ല, ഇല്ല എന്നാണല്ലോ. ഫഖദ് അഅരിഫു, എനിക്കറിയാം, നിശ്ചയം എനിക്കറിയാം, അന്നഹു ലം യകുൻ ലിയദറൽ കദിബ അലൻ നാസി, അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ കളവ് പറയുന്നത്, ജനങ്ങളുടെ വിഷയത്തിൽ കളവ് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് വയക്ദിബ അലല്ലാഹ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ കളവ് പറയാന്നുള്ളത് അതുണ്ടാവില്ല. അതായത് ജനങ്ങളോട് കളവ് പറയാത്ത ഒരാള് പിന്നെ അള്ളാഹുവിന്റെ വിഷയത്തിൽ കളവ് പറയില്ല. വസഅൽതുക അഷ്റാഫുൻ നാസി ഇത്തബഉഹു അം ദുഅഫാഉഹും, ജനങ്ങളിലുള്ള ഉന്നതരായിട്ടുള്ള ആളുകളാണോ അതോ ദുർബലരായിട്ടുള്ള ആളുകളാണോ അദ്ദേഹത്തെ പിൻപറ്റുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഫദകർത അന്ന ദുഅഫാഅഹും ഇത്തബഉഹു, അപ്പൊ ദുർബലരാണ് അദ്ദേഹത്തെ പിൻപറ്റുന്നത് എന്ന് താങ്കൾ പരാമർശിച്ചു. വഹും അത്ബാഉർ റുസുൽ, അപ്പൊ പറയണത് പിന്നെ അപ്പോ അവരാണ് മുർസലിങ്ങളെ പിൻപറ്റുന്നവര്. ദുർബലർ എന്ന് പറഞ്ഞാൽ ദുർബലരാണ് അധികം പിൻപറ്റുക എന്നർത്ഥം. അവർ കൂടുകയാണോ കുറയാണോ എണ്ണത്തിൽ ഞാൻ ചോദിച്ചു. ഫദകർത അന്നഹും യസീദൂന, അവര് മുഹമ്മദിന്റെ അനുയായികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് കൂടാണ്, വർദ്ധിക്കാണ് എന്ന് താങ്കൾ പറഞ്ഞു. കദാലിക അംറുൽ ഈമാനി ഹത്താ യത്തിമ്മ, ഈമാനിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് പൂർത്തിയാവുന്നത് വരെ. വസഅൽതുക അയർതദു അഹദുൻ സഖ്തതൻ ലിദീനിഹി, അവരുടെ ദീൻ മടുത്തിട്ട് അല്ലെങ്കിൽ വെറുത്തിട്ട് ആരെങ്കിലും ഇസ്ലാമായ ആള്, മുസ്ലിമായ ആള് പിന്നെ മടങ്ങി തിരിച്ച് മുർത്തത്തായി പോകുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഫദകർത അല്ല, അപ്പോഴും നീ പറഞ്ഞ എന്താണ്? താങ്കൾ പറഞ്ഞത് ഇല്ല എന്നാണല്ലോ. കദാലിക്കൽ ഈമാൻ, അപ്രകാരമാണ് ഈമാൻ, സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ. ഹീന തുഖാലിതു ബശാശതുഹു അൽ ഖുലൂബ, ഈമാന്റെ ആ ബശാശത്ത്, അതിന്റെ തെളിച്ചം, അതിന്റെ വെളിച്ചം, അത് ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുമ്പോ അങ്ങനെയാണ്, അത് പിന്നെ എന്താണ് വിട്ടു പോകാൻ തോന്നൂല.
അദ്ദേഹം വഞ്ചിക്കുമെന്ന് ഞാൻ താങ്കളോട് ചോദിച്ചു. ഫദക്കർത അല്ല, അപ്പൊ താങ്കൾ എന്താ പറഞ്ഞത്? ഇല്ല എന്നാ. അങ്ങനെയാണ് അംബിയാ മുർസലീങ്ങൾ, നബിമാര് മുർസലീങ്ങൾ അവർ വഞ്ചിക്കുകയില്ല. ഞാൻ താങ്കളോട് ചോദിച്ചു, അദ്ദേഹം നിങ്ങളോട് എന്താ കൽപ്പിക്കുന്നത്? അപ്പൊ താങ്കൾ പരാമർശിച്ചത് എന്താണ്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് കൽപ്പിക്കുന്നത്. അദ്ദേഹം അവനിൽ ഒന്നിനെയും ഷിർക്ക് വെക്കരുത് എന്നും ബിംബങ്ങളെ ഇബാദത്ത് ആരാധിക്കുന്നതിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ തടയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ നിരോധിക്കുകയും ചെയ്യുന്നു. നിസ്കാരം, സത്യസന്ധത, അഫാഫ്, വിശുദ്ധി, ജീവിത വിശുദ്ധി, ഇതുകൊണ്ട് നിങ്ങളെ അദ്ദേഹം കൽപ്പിക്കുന്നു. അപ്പോ താങ്കൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ അദ്ദേഹം ഉടമപ്പെടുത്തും. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഈ രണ്ട് കാൽപാദങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ റോമ സാമ്രാജ്യം അദ്ദേഹം കീഴ്പ്പെടുത്തും. എനിക്കറിയാമായിരുന്നു അന്നഹു ഹാരിജുൻ, അദ്ദേഹം വരുന്നു. അതായത് ഒരു പ്രവാചകൻ, നബി വരാണ്ടത്. കാരണം തോറാത്തിൽ ഇഞ്ചിലൊക്കെ പറഞ്ഞ നബിയാണല്ലോ. അപ്പോ അങ്ങനെ നബി വരാണ്ടെന്ന് എനിക്കറിയായിരുന്നു, വരുന്നു. ലം അകുൻ അദുന്നു അന്നഹു മിൻകും, പക്ഷേ ഞാൻ അത് അറബികളിൽ നിന്ന്, നിങ്ങളിൽ നിന്നാണെന്ന് വിചാരിച്ചിരുന്നില്ല. ഫലൗ അന്നി അഅലമു അന്നി അഖ്ലുസു ഇലൈഹി, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റും എന്ന് എനിക്കറിയാമെങ്കിൽ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ പോയി കാണുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ പാദം ഞാൻ കഴുകുമായിരുന്നു. അതിന് അദ്ദേഹത്തിന് ഞാൻ സേവനം ചെയ്യുമായിരുന്നു എന്ന അർത്ഥത്തിലും ആകാം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തന്നെ പാദം കഴുകുക എന്നുള്ള ആ പ്രയോഗവും ആകാം. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അല്ലദീ ബഅസ ബിഹി ദിഹിയത്തുൽ കൽബി എന്ന സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തയച്ച കത്ത് ഇലാ അദീമി ബുസ്റയിലെ ഗവർണർക്ക്. അതൊക്കെ ഈ ഹിർക്കൽ ചക്രവർത്തി വലിയ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലുള്ള ഒരു പ്രദേശങ്ങളാണ് ഈ പറയുന്നത്, ഇതിൽ പറയുന്ന ചില സ്ഥലങ്ങളൊക്കെ. അപ്പോ ഇത് ഹിർക്കലിനെ എത്തിക്കാനുള്ള കത്താണ്. അദ്ദേഹം അത് ഹിർക്കലിന് നൽകി. അങ്ങനെ ആ കത്ത് അദ്ദേഹം വായിച്ചു. അപ്പോൾ ആ കത്തിലുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിർക്കൽ ചക്രവർത്തിക്ക് എഴുതിയ കത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി ഇലാ ഹിർഖല അദീമിർ റൂം സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ അമ്മാ ബഅദ് ഫഇന്നി അദ്ഉക ബിദിആയത്തിൽ ഇസ്ലാം അസ്ലിം തസ്ലം يؤتك الله أجرك مرتين فإن توليت فإن عليك إثم الأريسيين ويا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്താണ് ഇപ്പോൾ വായിച്ചത്. എന്താണ് പറയുന്നത് കത്തില്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അപ്പൊ കത്ത് അല്ലെങ്കിൽ കിതാബുകൾ എഴുതുമ്പോൾ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം എന്ന് മനസ്സിലാക്കണം. മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെ ദാസനും അള്ളാഹുവിന്റെ റസൂലും ദൂതനുമായ മുഹമ്മദിൽ നിന്ന്. ഫ്രം അഡ്രസ് വേണമെന്ന് മനസ്സിലാക്കണം. ഇലാ ഹിർഖല, ഹിർക്കൽ ചക്രവർത്തിയിലേക്ക്. ടു അഡ്രസ് വേണം. അദീമിർ റൂം, അയാളുടെ ഡെസിഗ്നേഷൻ റോമ ചക്രവർത്തി. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദ, സല്യൂട്ടേഷൻ. കത്തിന്റെ അടുത്ത ഘടകം എന്താണ്? സല്യൂട്ടേഷൻ, അഭിസംബോധനയാണ്. സന്മാർഗം പിൻപറ്റിയവർക്ക് സമാധാനം, ഇതാണ് സല്യൂട്ടേഷൻ. കാഫിറാണല്ലോ ഹിർക്കൽ, അപ്പോൾ ആ നിലക്ക് ആണ് അങ്ങനെ സല്യൂട്ടേഷൻ.
അസ്സലാമു അലൈക്കും മുസ്ലിങ്ങൾക്ക് സലാം പറയാമെന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദ, സന്മാർഗം പിൻപറ്റിയവർക്ക് സമാധാനം. അമ്മാ ബഅദ്, ഇനി കത്തിലേക്ക്, കണ്ടന്റിലേക്ക്, ഉള്ളടക്കത്തിലേക്ക് കടക്കാണ്. ശേഷം ഞാൻ പറയുന്നു, ഫഇന്നി അദ്ഉക ബിദിആയത്തിൽ ഇസ്ലാം, നിശ്ചയം ഞാൻ താങ്കളെ ഇസ്ലാമിന്റെ ദിആയത്തിലേക്ക്, ദഅവത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്ലിം തസ്ലം, അസ്ലിം താങ്കൾ മുസ്ലിം ആവുക, തസ്ലം എങ്കിൽ താങ്കൾ രക്ഷപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലും രക്ഷപ്പെടും, ആഖിറത്തിലും രക്ഷപ്പെടും. യുഅ്തിക അല്ലാഹു, അല്ലാഹു താങ്കൾക്ക് നൽകും, അജ്റക താങ്കളുടെ കൂലി, മർറതൈൻ 2 തവണ, 2 കൂലി കിട്ടും താങ്കൾക്ക് ഇസ്ലാം സ്വീകരിച്ചാൽ. അതെന്താ 2 കൂലി? ഒന്ന്, അദ്ദേഹം അഹ്ലു കിതാബുകാരനാണല്ലോ, ഈസാ നബിയെ അംഗീകരിച്ചു എന്നുള്ളതിന്റെ കൂലി. 2, ആ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വേദത്തിൽ പറഞ്ഞ, ഇഞ്ചീലിൽ പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അദ്ദേഹത്തെ അംഗീകരിച്ചു എന്ന കൂലി. അതല്ലെങ്കിൽ 2 കിട്ടൂല. കാരണം അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വേദത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെ അംഗീകരിക്കണമല്ലോ. ഫഇൻ തവല്ലൈത, ഇനി താങ്കൾ പിന്തിരിഞ്ഞു പോയാലോ, സ്വീകരിക്കാതെ, ഫഇന്ന അലൈക ഇസ്മൽ അരീസിയീൻ, അപ്പോൾ താങ്കളുടെ പ്രജകൾ അല്ലെങ്കിൽ കർഷകരുടെ കുറ്റം താങ്കൾക്ക് മേലുണ്ടാകും. കാരണം താങ്കൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് മറ്റുള്ളവർ സ്വീകരിക്കാത്തത് എന്ന് വരും. അപ്പൊ പ്രജകൾ സ്വീകരിക്കാത്തതിന്റെ കുറ്റം, ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ കുറ്റം കൂടി താങ്കൾക്ക് കിട്ടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുർആൻ ആയത്ത് ഓതി, വയാ അഹ്ലൽ കിതാബ്, ഓ അഹ്ലുൽ കിതാബ്, അതായത് മൂസാ അലൈഹി ഇസ്ലാമിന്റെയും ഈസാ അലൈഹി ഇസ്ലാമിന്റെയും ജനത, യഹൂദി നസറാക്കള്, അവര് ഒറിജിനൽ അവരുടെ നബിമാരുടെ കാലത്ത് ജീവിച്ചിരുന്നവര്, അവര് യഥാവിധി അവരെ പിൻപറ്റിയവരാണെങ്കിൽ അവർ മുസ്ലിങ്ങൾ തന്നെയാണ് കേട്ടോ. അതല്ല പിൽക്കാലത്ത് മാറ്റിത്തിരുത്തലുകളൊക്കെ വിധേയമാക്കപ്പെട്ടവരാണെങ്കിൽ, അതേപോലെ വിധേയമായവരാണ്, അത് ചെയ്തവരാണെങ്കിൽ അവര് പിന്നെ മുസ്ലിങ്ങളല്ല. തആലൗ, നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ, ഒരു വചനത്തിലേക്ക്, സവാഇൻ ബൈനനാ വബൈനക്കും, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ സമമായിട്ടുള്ള വചനത്തിലേക്ക്. എന്താണ് ആ വചനം? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ നമ്മൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്. യഥാർത്ഥത്തിൽ ജൂത ക്രിസ്ത്യാനികളുടെ ഒക്കെ ആശയം അതാണ്, മുവഹിദുകളുടെ ആശയാണ്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് എന്തല്ല, അങ്ങനെയല്ല. ഇപ്പൊ കുബൂരികൾ പറയാൻ എന്താണ്, ഞങ്ങൾ അള്ളാഹുവിന് വിശ്വസിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എത്രയോ പ്രാവശ്യം അവരും ചൊല്ലുന്നുണ്ട്. പക്ഷെ എന്താണ്, അവര് മുഹീദ്ദീൻ ശൈഖിനോട് തേടുന്നു, നരകമോചനം വരെ മുഹീദ്ദീൻ ശൈഖിനോട് തേടുന്നു. കുത്തുബിയത്തിലൊക്കെ അങ്ങനെയല്ലേ? അപ്പോ അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താ. മുഹീദ്ദീൻ ശൈഖിനോട് നരകമോചനം തേടാം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, കുത്തുബിയത്തിന്റെ ആശയം ആണതൊക്കെ, അതൊക്കെ വിശ്വസിക്കുന്ന ആള് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നേരെ മറിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്താകാത്ത ചില തവസ്സുലൊക്കെ ഉണ്ട്, പാടില്ലാത്തതാണെങ്കിലും ഹക്ക് ജാഹ് ബറക്കത്തോടുള്ള തേട്ടൊക്കെ ആണെങ്കിൽ അത് അത്തരത്തിലല്ല, അത് അനുവദനീയമാണെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഇനി ഏതായാലും പറയാണ്, വലാ നുശ്രിക ബിഹി ശൈഅ, അവനിൽ നാം ഒരാളെയും ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നും, വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നമ്മിൽ ചിലരെ റബ്ബുകളാക്കരുത് എന്നും, റബ്ബുകളായി സ്വീകരിക്കരുത് എന്നും. ഫഇൻ തവല്ലു, ഇനി അവർ പിന്തിരിഞ്ഞു പോയാൽ, സ്വീകരിക്കാതിരുന്നാൽ, ഫഖൂലു, അവരോട് താങ്കൾ പറയൂ, ഇഷ്ഹദു, നിങ്ങൾ സാക്ഷികളായി ആവുവിൻ, ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് എന്ന്. ഖാല അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ തുടർന്ന് പറഞ്ഞു, ഫലമ്മാ ഖാല മാ ഖാല, ഇത്രയും ഈ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പൂർത്തിയായപ്പോ, ഹെർക്കൽ അത് പറഞ്ഞു പൂർത്തിയായപ്പോ, വ ഫറഅ മിൻ ഖിറാഅത്തിൽ കിതാബി, ആ എഴുത്ത് വായിക്കുന്നതിന് അദ്ദേഹം വിരമിച്ചപ്പോ, കസുറ ഇൻദഹു സ്വഹബ്, അദ്ദേഹത്തിന്റെ അടുത്ത് ഭയങ്കര ബഹളം, വർത്തഫഅത്തിൽ അസ്വാത്, ശബ്ദങ്ങൾ ഉയർന്നു, വ ഉഖ്രിജ്ന, ഞങ്ങൾ പുറപ്പെടുവിക്കപ്പെട്ടു, ഞങ്ങളോട് ഗെറ്റ് ഔട്ട് പറഞ്ഞു, ഞങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞു. ഫഖുൽതു ലി അസ്ഹാബി, അപ്പൊ ഞാൻ എൻ്റെ അനുയായികളോട് പറഞ്ഞു, ആര്? അബൂ സുഫിയാൻ, ഹീന ഉഖ്രിജ്ന, ഞങ്ങളെ പുറത്താക്കിയപ്പോൾ, ഞങ്ങൾ പുറത്താക്കപ്പെട്ടപ്പോൾ, ലഖദ് അമിറ അംറു ഇബ്നു അബീ കബ്ഷ, ഇബ്നു അബീ കബ്ഷയുടെ, അബൂ കബ്ഷയുടെ പുത്രന്റെ കാര്യം മഹത്തരമായിരിക്കുന്നു. അബൂ കബ്ഷ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റളാത്തിൽ, മുലകുടി ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു വല്ലിപ്പയാണെന്ന് പറയുന്നു. അപ്പൊ അവര് അങ്ങനെ അബൂ കബ്ഷയുടെ പുത്രൻ എന്ന് നബിയെ കുറിച്ചാണ് പറഞ്ഞത്. അബൂ സുഫിയാൻ, ഇന്നഹു യഖാഫുഹു മലികു ബനിൽ അസ്ഫർ, മഞ്ഞക്കാരുടെ, ബനിൽ അസ്ഫർ, മഞ്ഞക്കാരുടെ രാജാവ് അദ്ദേഹത്തെ ഭയപ്പെടുന്നു. റോമാ ചക്രവർത്തി പോലും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയപ്പെടുന്നു. ഫമാ സിൽതു മുഖിനൻ, അപ്പോ എനിക്ക് ദൃഢമായി ബോധ്യപ്പെട്ടു, അന്നഹു സയദ്ഹറു, അദ്ദേഹം വിജയിക്കും, വിജയപതാക നാട്ടിയിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എനിക്ക് ദൃഢബോധ്യം വന്നു. ഹത്താ അദ്ഖലല്ലാഹു അലയ്യ അൽ ഇസ്ലാം, അള്ളാഹു എന്നിൽ ഇസ്ലാമിനെ പ്രവേശിപ്പിക്കുന്നത് വരെ, അള്ളാഹു എന്നെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മുസ്ലിമായി പിന്നീട്. ഇനി ഉപനിവേദകൻ പറയുന്ന ഒരു വിഷയം പറയണം. ഇനി വകാന ഇബ്നു നാദൂർ സ്വാഹിബു ഈലിയ, ഈലിയയിലെ ഗവർണറായിരുന്ന ഇബ്നു നാദൂർ പറയുന്നു, ഇബ്നു നാദൂർ വഹിർക്കല സുഖുഫൻ അലാ നസാറ ഷാം, ഷാമിലെ നസാറാക്കളുടെ നേതാക്കന്മാര് ആയിരുന്നു അവര്. ഈലിയ ഗവർണറായിരുന്നു ആര്? ഇബ്നു നാദൂർ. പിന്നെ ഹിർക്കൽ ക്രൈസ്തവ ഷാമിന്റെ ചക്രവർത്തി, മൊത്തത്തിലുള്ള ചക്രവർത്തി ആയിരുന്നു എന്നതാണ്. യുഹദ്ദിസു, അദ്ദേഹം പറയുന്നു, അന്ന ഹിർക്കല ഹീന ഖദിമ ഈലിയ, ഈലിയയിൽ ഹിർക്കൽ ചക്രവർത്തി വന്നപ്പോ അസ്ബഹ യൗമൻ ഖബീസൻ നഫ്സി, അദ്ദേഹം ഒരു ദിവസം ആകെ വിഷമിച്ച് ഒരു മൂടില്ലാത്ത അവസ്ഥയിൽ കാണപ്പെട്ടു. രാവിലെ അപ്പൊ അദ്ദേഹത്തിന്റെ പുരോഹിതന്മാരിൽ ചിലർ പറഞ്ഞു, താങ്കളുടെ രൂപം, താങ്കളുടെ കോലം ഒരു സുഖമില്ലല്ലോ, എന്താണ്, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. കാല ഇബ്നു നാദൂർ, ഇബ്നു നാദൂർ പറയാണ്, വകാന ഹിർഖലു ഹസ്സാൻ, ഈ ഹിർഖൽ ഒരു ജ്യോതിഷിയായിരുന്നു, യൻദുറു ഫിൻ നുജൂം, ഈ നക്ഷത്രങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളായിരുന്നു. ഫഖാല ലഹും ഹീന സഅലുഹു, ആ പുരോഹിതന്മാര് അദ്ദേഹത്തോട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി റഅയ്തുൽ ലൈലത ഹീന നളർതു ഫിൻ നുജൂം, ഞാൻ നക്ഷത്രങ്ങൾ നോക്കിയപ്പോൾ കഴിഞ്ഞ രാത്രി ഞാൻ കണ്ടു എന്ത്, മലിക്കൽ ഖിതാം ഖദ് ളഹറ, മലിക്കൽ ഖിതാനി ഖദ് ളഹറ, ചേലാകർമ്മം ചെയ്യുന്നവരുടെ രാജാവിത പ്രത്യക്ഷനായിരിക്കുന്നു എന്ന്. ഫമൻ യഖ്തദിനു മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ആരാണ് ചേലാകർമ്മം ചെയ്യുന്നത്, ഖിതാൻ ചെയ്യുന്നത്, സർക്കംസിഷൻ. ഖാലു, അപ്പൊ ആളുകൾ പറഞ്ഞു, ലൈസ യഖ്തദിനു ഇല്ലൽ യഹൂദ്, യഹൂദികളല്ലാതെ ഈ സമൂഹത്തിൽ ചേലാകർമ്മം ചെയ്യുന്നില്ലല്ലോ. ഫലാ യുഹിമ്മന്നക ശഅ്നുഹും, അവരുടെ കാര്യം താങ്കൾക്ക് പ്രശ്നമാക്കേണ്ടതില്ല. വക്തുബ് ഇലാ മദാഇന മുൽക്കിക്, താങ്കളുടെ അധികാര പരിധിയിലുള്ള എല്ലാവർക്കും പട്ടണങ്ങളിലേക്കൊക്കെ താങ്കൾ കത്തെഴുതൂ. ഫയഖ്തുലു മൻ ഫീഹിം മിനൽ യഹൂദ്, അവരുടെ പട്ടണങ്ങളിലുള്ള യഹൂദികളൊക്കെ അവർ കൊല്ലാൻ വേണ്ടിയിട്ട് താങ്കൾ ഓർഡർ ഇടും. ഫൈൻ, അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാനോ. അപ്പൊ അതുകൊണ്ട് താങ്കൾ അവരുടെ കാര്യത്തിൽ പ്രശ്നമാക്കേണ്ട. ഫബൈനമാഹും അലാ അംരിഹിം, അങ്ങനെ അവരെ ആ കാര്യത്തിലായപ്പോ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഉദ്ദിയ ഹിർഖലു ബിറജുലിൻ അർസല ബിഹി മലികു ഗസ്സാൻ, ഗസ്സാൻ പിന്നെ രാജാവ് കൊടുത്തുവിട്ട ഒരു കത്ത്, ഒരാളെ അടുത്ത് കൊടുത്തുവിട്ടിട്ടുണ്ട് കത്ത്, ആ കത്ത് കൊണ്ടുവരപ്പെട്ടു. യുഖ്ബിറു അൻ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാർത്ത സംബന്ധിച്ച ആ കത്തിൽ ഉണ്ട്. ഫലമ്മസ്തഖ്ബറഹു ഹിർഖലു, അങ്ങനെ അത് ഹിർഖലിനോട് പറഞ്ഞപ്പോ ഖാല, അദ്ദേഹം പറഞ്ഞു, ഇദ്ഹബു, നിങ്ങൾ പോകൂ, ഫൻദുറു അമുഖ്തതിനുൻ ഹുവ അംല, ആ കത്ത് കൊണ്ടുവന്ന വ്യക്തി അദ്ദേഹം ചേലാകർമ്മം ചെയ്ത വ്യക്തിയാണോ അല്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞു, നോക്കാൻ പറഞ്ഞു, പരിശോധിക്കാൻ. ഫനദറു, അപ്പോൾ പരിശോധിച്ചു, ഇലൈഹി, അദ്ദേഹത്തിലേക്ക്. ഫഹദ്ദസൂഹു അന്നഹു മുഖ്തതിൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൂതൻ മുഖ്തതിനാണ്, ചേലാകർമ്മം ചെയ്യപ്പെട്ട ആളാണെന്ന് അവര് വിവരം പറഞ്ഞു കൊടുത്തു ഹിർഖലിനോട്. വസഅലഹു അനിൽ അറബി, അറബികളെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, വന്ന ദൂതൻ പറഞ്ഞു, ഹും യഖ്തതിനൂന, അറബികൾ ഖിതാൻ ചെയ്യാറുണ്ട്, ചേലാകർമ്മം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല ഹിർഖലു, അപ്പൊ ഹിർഖൽ പറഞ്ഞു, ഹാദാ മലികുൻ ഹാദാ മലികു ഹാദിഹിൽ ഉമ്മത്തി ഖദ് ളഹറ, ഈ ഉമ്മത്തിലെ രാജാവാണ് ഈ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പറഞ്ഞാല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലെ രാജാവായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് കൂടുതൽ പിന്നെ റൂമിയയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാഹിബിന്, സഖാവിന്, അവിടുത്തെ ഗവർണർ, അവിടുത്തെ പ്രൊവിൻഷ്യൽ ഭരണാധികാരിയായിരിക്കും, ഹിർഖൽ കത്തെഴുതി. ഈ റൂമിയ എന്ന് പറയുന്നത് ഇന്നത്തെ റോം, അതായത് ഇറ്റലിയുടെ തലസ്ഥാനമാണെന്നാണ് പറയുന്നത്. റോമ സാമ്രാജ്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ കുറെ വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു. ഇപ്പൊ ഇവിടെ റോം എന്ന് പറയുന്നത് ഇറ്റലിയുടെ ആസ്ഥാനം ആയ റൂമിയ, അതാണ് റോം എന്ന് ഇപ്പൊ പറയുന്ന ഭാഗം, ഇറ്റലിയുടെ ക്യാപിറ്റൽ. ആ റൂമിയയിലെ ഭരണാധികാരി പിന്നെ അദ്ദേഹത്തിനോളം സദൃശമായിട്ട് ഇൽമിൽ നദീറായിരുന്നു. പറഞ്ഞാൽ അദ്ദേഹം
ഹിർക്കലിനെ പോലെ വലിയ പണ്ഡിതനായിരുന്നു. വസാറ ഹിർക്കലു ഇലാ ഹിംസ, ഹിർക്കല് ഹിംസിലേക്ക് യാത്ര ചെയ്തു. ഫലം യരിം ഹിംസ ഹത്താ അതാഹു കിതാബുൻ മിൻ സാഹിബി യുവാഫിഖു റഅയ ഹിർക്കൽ അലാ ഖുറൂജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന്നഹു നബിയ്യു. അപ്പോൾ ഹിർക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറപ്പാടിന് ആഗമനത്തെ സംബന്ധിച്ചും അദ്ദേഹം നബിയാണ് എന്നും ഇത് സംബന്ധിച്ച വിഷയം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് അപ്പോഴേക്ക് റൂമിയയിലെ ഭരണാധികാരി മറുപടി കത്ത് വന്നു, യുവാഫിഖറ യോജിച്ചുകൊണ്ട്. അപ്പോ ഹിംസിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ, ഹിംസിലുള്ള അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ റോമ സാമ്രാജ്യത്തിലെ ഉന്നതന്മാർക്ക് ഹിർക്കൽ പ്രവേശനാനുമതി നൽകി. അവരുമായിട്ടൊരു മീറ്റിംഗ് കൂടാനാണ്. അങ്ങനെ ആ കോർട്ടിന്റെ, ആ കൊട്ടാരത്തിന്റെ വാതിലുകളൊക്കെ അടക്കാൻ ആളുകൾ പ്രവേശിച്ച ശേഷം, പ്രധാനികളൊക്കെ വന്ന ശേഷം പിന്നെ വാതിലുകൾ അടക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ കൽപ്പിച്ചു. അദ്ദേഹം അങ്ങനെ വാതിലുകളൊക്കെ അടക്കപ്പെട്ടു. പിന്നെ ഹിർക്കൽ അവിടെ പ്രത്യക്ഷനായി. ഹിർക്കൽ അവരുടെ മുമ്പിൽ വന്നു. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറ റൂം, ഓ റോമക്കാരെ, ഹൽ ലക്കും ഫിൽ ഫലാഹി വറുഷ്ദി, നിങ്ങൾക്ക് വിജയം വേണോ, സന്മാർഗ ദർശനം വേണോ, വഅൻ യസ്ബുത മുൽക്കക്കും, നിങ്ങളുടെ സാമ്രാജ്യം അതിന് സ്ഥിരത വേണം, ഇത് നിലനിൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഫതുബായിഉ ഹാദൻ നബിയ, എങ്കിൽ നിങ്ങൾ ഈ നബിക്ക്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ ബൈഅത്ത് ചെയ്തോളൂ. ഫഹാസു ഹൈസത ഹുംറിൽ വഹ്ശി, വഹ്ശി ഒരു വന്യമൃഗത്തിന് ശബ്ദം, അവര് ഭയങ്കരമായിട്ട് മൃഗങ്ങൾ ശബ്ദം ഇടുന്ന പോലെ ശബ്ദമിട്ടു. ഇലൽ അബ്വാബ്, അങ്ങനെ ആ ശബ്ദത്തോടു കൂടി അവര് വാതിലുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുക. ഫവജദൂഹാ ഖദ് ഉല്ലിഖത്, അപ്പൊ ആളുകൾ ആ വാതിലുകളൊക്കെ അടക്കപ്പെട്ട അവസ്ഥയിൽ കണ്ടു. ഡോറൊക്കെ ക്ലോസ്ഡാ. ഫലമാ റആ ഹിർഖൽ നഫറതഹും, അവരുടെ ഇതിൽ നിന്നുള്ള അകൽച്ച, ഓട്ടം കണ്ടപ്പോൾ, ഹിർഖൽ കണ്ടപ്പോൾ, വഅയ്സ മിനൽ ഈമാൻ, ഈമാനിൽ നിന്ന് ഉള്ള നിരാശയും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോ, വേറെ അവര് മുസ്ലിങ്ങളാകൂല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോ, ഖാല, അദ്ദേഹം പറഞ്ഞു, റുദ്ദുഹും അലയ്യ, അവരോട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയും എന്ന് പറഞ്ഞു, എന്റെ അടുത്തേക്ക്. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖുൽതു മഖാലത്തി ആനിഫൻ, ഞാനിപ്പോ ജസ്റ്റ് ഈ അഭിപ്രായം പറഞ്ഞത്, അഖ്തബിറു, ഞാൻ പരീക്ഷിക്കുകയായിരുന്നു, ബിഹാദ് കൊണ്ട്, ഷിദ്ദതക്കും അലാ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങളുടെ കാഠിന്യം എത്രമാത്രം, നിങ്ങൾ എത്രമാത്രം സീരിയസ് ആണ്, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ എത്രമാത്രം വിശ്വാസമുണ്ട്, ദൃഢത ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാണ്, അല്ലാതെ ഞാൻ മുഹമ്മദിനെ അംഗീകരിക്കുന്ന ആളൊന്നല്ല എന്ന്. ഫഖദ് റഅയ്തു, അത് എനിക്ക് മനസ്സിലായി. ഫസജദൂ ലഹു, അപ്പോൾ അവരൊക്കെ കൂടി ഹിർക്കൽ ചക്രവർത്തിക്ക് സുജൂദ് ചെയ്തു. വറദൂ അൻഹു, അദ്ദേഹത്തെ തൊട്ട് അവർ തൃപ്തിപ്പെടുകയും ചെയ്തു. ഫകാന ദാലിക ആഖിറ ശൈഇ ഹിർക്കല, ഹിർക്കലിന്റെ അവസാനത്തെ കാര്യം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം സത്യവിശ്വാസം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടെങ്കിലും അത് സ്വീകരിച്ചില്ല. നമ്മുടെ കൂട്ടത്തിലും പല ആൾക്കാരും അങ്ങനെ ഉണ്ടല്ലോ.